പോണ്. പിന്നെ ഇത് നേരെ പോണേന് മക്കത്ത് പോവുക, ജിദ്ദ പോവുക, കറങ്ങുക, തിരിച്ചു പോകേണ്ടി. ഓക്കെ, ഇനി വരുന്നവരെ. അങ്ങനെ ഏതായാലും ബസ് വന്നിരിക്കുന്നത്. ബസ്സിലാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ മക്കത്ത് ഉംറക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ആദ്യം ഉംറ ചെയ്യണം, എന്നിട്ട് ജിദ്ദക്ക് പോകണം. അവിടെ ഒരു വണ്ടി ഉണ്ട്, അതെടുത്തിട്ട് അതുമായിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരുക. അതാണ് ടാസ്ക്. അപ്പോൾ എല്ലാവരും ബസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ ബസ് നേരെ പോകുന്ന ഉയോണിലേക്കാണ്. അല്ലസൻ്റെ തൊട്ട് കുറച്ച് ഇപ്പുറത്തായിട്ട് ഉയോൺ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ. അത് കഴിഞ്ഞിട്ട് അല്ലസയിൽ. ഈ രണ്ട് സ്ഥലത്തുനിന്നും ആളെ എടുത്തിട്ട് നേരെ മക്കത്തേക്ക്. അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പം അങ്ങോട്ടുള്ള യാത്രയിലാണ്. ये बॉस है, ये दूसरा बड़ा बॉस है. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കൂടെയുള്ള വണ്ടീൻ്റെ റേഡിയേറ്റർ ലീക്കായത്. എന്തോ എയർ കുടുങ്ങിയാണെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ കുറച്ചൊരു അരമണിക്കൂർ ഞങ്ങളവിടെ നിന്ന് അതൊക്കെ റെഡിയാക്കി പിന്നെ യാത്ര തുടർന്ന്. പിന്നെ ഏകദേശം റിയാദിലെത്തിക്കുന്നു. പിന്നെ ഈ സംസാരം ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് എല്ലാവരെയും നല്ലോണം ഇട്ട് മൂളിച്ച്. പിന്നെ കുറച്ച് ബംഗാളികളായിരുന്നു. ഓല് പറഞ്ഞാൽ എനിക്കും മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞ ഓൽക്കും മനസ്സിലാവില്ല. അങ്ങനെയൊക്കെ കുറേ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഏകദേശം റിയാദ് പാസ്സാകാനായിക്കിന്. ഇനി ഇത് കഴിഞ്ഞ് റിയാദ് പാസ്സായതിന് ശേഷം ഞങ്ങൾക്കതിന് ഫുഡൊക്കെ കഴിക്കണം. അങ്ങനെ റിയാദിൻ്റെ രാത്രി കാഴ്ചകൾ കഴിഞ്ഞങ്ങാണ്ട് ഞങ്ങൾ നേരെ എത്തിയത് മുസാമിയ എന്ന് പറഞ്ഞിടത്താണ്. മുസാമിയയിൽ അവിടെ ഒരു പമ്പിൽ വണ്ടി നിർത്തി. നമ്മളെല്ലാവരും ഇറങ്ങി ബാത്റൂമിൽ പോയി ഒന്ന് ഫ്രഷായി പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഫുള്ള് സെറ്റായി. അങ്ങനെ വണ്ടി പൊലിച്ചൊക്കെ അടത്തണം, സുബീസ്കരിക്കാൻ മീക്കാത്തിലെത്തണം വിചാരിച്ച് വണ്ടി വിടുകയാണ്. പക്ഷേ സംഗതി ക്യാമറ പണി തന്നോണ്ടൊക്കെ തന്നെ. ക്യാമറ അടിയലോടടിയൽ അതിൽ കുഴങ്ങി. മുമ്പിലുള്ള ബസ്സുകാരൻ നമുക്ക് സിഗ്നൽ ഇങ്ങനെ തരുന്നുണ്ട്, 4 ഇൻഡിക്കേറ്റഡ് ഉണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. സംഗതി ക്യാമറ അടിഞ്ഞുകൊണ്ടിരിക്കുക തന്നെ. അപ്പോൾ നമ്മൾ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ പിന്നെ ചേളാരുള്ളതാണ്. അങ്ങനെ ഓനുമായിട്ട് കുറേ ഫ്രണ്ട് പോയിരുന്ന് വർത്താൻ പറഞ്ഞുകൊണ്ടിരുന്ന്. അങ്ങനെ ഏകദേശം പുലർച്ചയായി. മീക്കാത്തിലെത്തൂല നമസ്കരിക്കാൻ, സലാ ടൈം കഴിയാറായി. അപ്പോൾ പിന്നെ തായിഫിന് തൊട്ടടുത്തുള്ള ഒരു പള്ളി കയറി സുബഹി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോ നിർത്തലിൽ നമ്മൾ ടൈം കുറേ നഷ്ടപ്പെടില്ല. എല്ലാവരും കൂടി ഒന്നിച്ച് എത്തൂല. ബാത്റൂം പോലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഏകദേശം നേരം വെളുത്തുകൊണ്ടിരിക്കുകയാണ്. നേരം വെളുത്തൊരു 7 മണിയായപ്പോൾ ഞങ്ങൾ ഏകദേശം മീക്കാത്തിലെത്തി. അപ്പോൾ എല്ലാവർക്കും ഓരോരോ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. മീക്കാത്തിലുള്ള കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് ഏകദേശം മീക്കാത്തിലെത്തി ഞങ്ങൾ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ മീക്കാത്തിലെ കച്ചവടങ്ങളാണ്. ഇറാമിൻ്റെ തുണി, പിന്നെ ചെരുപ്പ്, കത്രിക, പേസ്റ്റ്, സോപ്പ്, അങ്ങനത്തെ എല്ലാ ഐറ്റം ഉണ്ട്. അവിടെ നിർത്തി. ഏതായാലും ഞാൻ അവിടെ പോയി കുളിയും കാര്യങ്ങളും കഴിഞ്ഞ് ഇറാൻ കെട്ടി ഇറങ്ങി. ഇനി നേരെ മക്കത്തൊക്കെ പോവുക. അങ്ങനെ ഏറാമൊക്കെ കെട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ മക്കത്തേക്കുള്ള യാത്രയിലാണ്. ഫുള്ള് മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് മക്ക എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങളിപ്പം കാണുന്നത് പറഞ്ഞാൽ ജബൽനൂർ എത്തിക്കുന്ന വണ്ടി. ജബൽനൂർ മലയാണ്. കുറേ ആൾക്കാർ അതിൻ്റെ മുകളിലുണ്ട്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഏകദേശം ഞങ്ങൾ ഹറമിനോട് അടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഏതായാലും ഹറമിലെത്തിക്കണേ. അപ്പോൾ റൂമിൽ പിന്നെ ഡ്രസ്സൊക്കെ വെച്ച് നേരെ ഹറമിലേക്കാണ് പോകുന്നത്.
ഏതായാലും ഉംറ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ബാക്കി കഥകൾ പറയാം. അടുത്ത പരിപാടി ഇതാ വലിയ ഗുണ്ട വരുന്നുണ്ട്. നമ്മളെ അന്തരവരാണ്. മുന്നേരത്ത് പോവാ. അതാ കിടക്കണ മുതൽ ഇതാ കണ്ടില്ലേ? ജംലൂരപ്പനാണ് ഇന്നത്തെ പരിപാടി. വെൽക്കം ടു മക്ക. ഓക്കെ, മക്കത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടോണ്ടിരിക്കൂല. പോവാണ് ജിദ്ദയിലേക്കൊന്ന് പോട്ടിയിട്ട് നമ്മള് പോവല്ലേ? ഇനി ഉണ്ടാവില്ലല്ലോ. പണിയോട് പണി.